ഹലോ കൂട്ടുകാരെ, പെരുന്നാളിൻ്റെ അന്ന് രാവിലെയുള്ള വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്നിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെരുന്നാളിൻ്റെ അന്നൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഫീവറുണ്ടായിരുന്നു, കൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് ഒരു ചേച്ചി വന്ന് എല്ലാം വീടൊക്കെ മുറ്റവും ചേച്ചി അമ്മയും കൂടെ വന്ന് വീടും മുറ്റവും ഒക്കെ റെഡിയാക്കി ഇട്ട് തന്നു. എന്നാലും വീട്ടിൽ കുറച്ചുകൂടെയൊക്കെ പണിയുണ്ട് അകത്തൊക്കെ. പിന്നെ ഒരു 40 പേര്, ഏകദേശം ഒരു 40 പേർക്കുള്ള ഫുഡാണ് അറേഞ്ച് ചെയ്യുന്നത്. ആരാണെന്നറിയാമോ? എൻ്റെ ഈ ഹസ്ബൻഡ് കൂട്ടുകാരായ 7 ഫാമിലീസ് വരുന്നുണ്ട്. അവർ റിട്ടയർഡായിട്ട് ഒരു 70 ആർമുടിൻ്റെ ഒരു നെറ്റിപ്പട്ടമൊക്കെ കൊണ്ടുവരിക. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുന്നാളായത് കാരണം ഫുഡൊന്നും വയ്ക്കാൻ ആരെയും അങ്ങനെ കിട്ടിയില്ല. എങ്കിലും തപ്പിപ്പിടിച്ച ഒരാളെ കിട്ടി. അങ്ങനെ പുറത്ത് പാചകം നല്ല രീതിയിൽ നടക്കുക. അകത്ത് ഞങ്ങളിങ്ങനെ കുളിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ ഇത് ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റ് റൂമൊക്കെ ഒന്നുകൂടെ ഒന്ന് ആക്കി വെച്ചു. പിന്നെ ഫ്ലവറൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള അതൊക്കെ ഒന്ന് എടുത്തൊന്ന് വെച്ചു. എനിക്ക് പറ്റുമായിരുന്നു, കാരണം തീരെ വയ്യായിരുന്നു എനിക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. വീട്ടിലെ എൻ്റെ അച്ഛനും ഒക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും കഴിച്ച്. പിന്നെ ചേച്ചി എന്നെ സഹായിക്കാനകത്തുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെ, പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വരും. അങ്ങനെ ഒരു 10-40 പേർക്കുള്ള ഫുഡാണ് അറേഞ്ച് ചെയ്തത്. ചിക്കൻ ബിരിയാണി ഉണ്ട്, പ്രഥമനുണ്ട്, പോത്തുകറിയുണ്ട്, പൊറോട്ടയുണ്ട്. എല്ലാവരും തന്നെ ചെയ്തോളും. ഇത് മോൻ്റെ റൂമാണ്. മോൻ്റെ റൂമിൽ മോന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് അവനിങ്ങനെ റൂമിൽ വെച്ചിരിക്കുക. കൃഷ്ണൻ്റെ ഫോട്ടോ, ചെകുവരയുടെ ഫോട്ടോ, ഇത് അമ്മുക്കുട്ടിയുടെ അലമാര. പിന്നെ അമ്മുക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, കാരണം പാറുക്കുട്ടിയെ കാണണം, ഋഷുവിനെ കാണണം. ഞങ്ങൾ ജോധ്പൂരായിരുന്നപ്പോഴും ഞങ്ങളവിടെ ഒരു ദിവസം പോലും കാണാതിരിക്കില്ലായിരുന്നു. ഋഷിക്കുട്ടനൊത്ത് പാർക്കിൽ നിന്നും കാണും. അമ്മുക്കുട്ടി ഇങ്ങനെ അതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അമ്മുക്കുട്ടി പാറുവിനെ കാണാൻ. ഇവിടെ അവൾ ഒറ്റയ്ക്കല്ലേ, അവൾക്ക് ഇങ്ങനെ കളിക്കാൻ ആരെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര ത്രില്ലാണ് അവൾ. പിന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കും അവരെ. കാരണം എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് പോകാൻ തോന്നില്ല. നൈറ്റെല്ലാം ഫുള്ള് ഞങ്ങളിരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കും. അങ്ങനെ ആലപ്പുഴയുള്ളൊരു 3 ഫാമിലിയുണ്ട്. അവർ വരുമെന്ന് പറഞ്ഞു. അവരിന്ന് നിൽക്കുവാണ്, ഇവിടെ തങ്ങുവാണ്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കൊരു പനിയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, എങ്കിലും ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. പിന്നെ ഇത് മുറിയിലവൾ അമ്മുക്കുട്ടി പോയി വളയുടെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ടു. അതൊക്കെ പിന്നെ ഒന്നേന്ന് അറേഞ്ച് ചെയ്തു. അതൊക്കെ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ വലുതായിട്ടൊന്നും വേറെയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ വരണം, അവരെ സ്വാഗതം ചെയ്യണം, ഇതൊക്കെയേ ഉള്ളൂ. പിന്നെ കിച്ചണിലെല്ലാം ഞാൻ ഒഴിച്ചിട്ടിരിക്കുക. ഇനി കിച്ചണിലൊന്ന് വെള്ളം ഒന്ന് കലക്കി വയ്ക്കണം. ഫ്രിഡ്ജെല്ലാം നിറഞ്ഞിരിക്കുക എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ട്. അണ്ണൻ്റെ കുടുംബ വീട് മേളിലുണ്ട്. അവിടെ കുറച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്നാക്സും സ്ക്വാഷൊക്കെ വരുമ്പോൾ അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ബാക്കിയെല്ലാം ഏകദേശം എല്ലാം റെഡിയായി. ഇതാണ് എൻ്റെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഫ്രണ്ട് വ്യൂ അല്ല, ബാക്ക് സൈഡിലെയാണ്. അവിടെ ഇങ്ങനെ വയലിൻ്റെ ഒരു ഇതൊക്കെ കാണാം. നല്ല സൂപ്പറാണ് ജനലൊക്കെ തുറന്നിടുമ്പോൾ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം അറേഞ്ച് ചെയ്യുക, അതിനുള്ള തിരക്കത്തിലാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, താങ്ക് യു.